ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ ലോക്സഭയിൽ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി പറഞ്ഞു. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുസ്മൃതിയിലെ ആശയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് ഇന്ത്യൻ ഭരണഘടനയോ ഭരണഘടനാ ശില്പി അംബേദ്കറിനെയോ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കുവാൻ ഗൂഢമായ ശ്രമങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചർച്ചകൾ ഭരണഘടനാ സമിതിയിൽ നടന്നിട്ടുണ്ട്. അവസാനം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടന വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടനയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം ഈ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത ജാതികളും ഉപജാതികളും ഉപദേശങ്ങളുമെല്ലാം ഉൾച്ചേർത്ത് നിൽക്കുന്ന ഇന്ത്യൻ ദേശീയത അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന സാമൂഹിക സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലൂരിട്ടി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം സലാഹുദ്ദീൻ ചാലന്നൂർ, മണ്ഡലം സെക്രട്ടറി പി കെ ഷംസുദ്ദീൻ, മണ്ഡലം ട്രഷറർ ലിയാഖത്ത് അലി മുറമ്പാത്തി, വൈസ് പ്രസിഡന്റ് ഷാഹിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാരശ്ശേരി ജംഗ്ഷനിൽ നിന്ന് പ്രകടനം ആരംഭിച്ച പ്രകടനം മുക്കം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കെ ടി ഹമീദ്, റഹീം ചേന്നമംഗലൂർ, നാസർ പുല്ലൂരമ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.